ഇന്നലെ എൻ്റെ കണ്ണിലുടക്കിയൊരു വാർത്തയുണ്ട്. അതെങ്ങനെയാണ്, പന്നി, അതായത് കാട്ടുപന്നി എങ്ങനെയാണ് അതിനെ പിടിച്ച് അതിൻ്റെ ഇറച്ചൊക്കെ കൈവശം വെച്ചതിനും അത് ഇറച്ചി എന്താ പറയുക നന്നാക്കി ഉണ്ടാക്കിയിട്ടൊക്കെ തിന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു RSSകാരനെ, ഒരു BJPക്കാരനെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. ഞാനത് പ്രതികരിക്കണോ, അതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ഇടണോ? പിന്നെ വേണ്ട. ഒരുപക്ഷെ അതിൻ്റെ പുറകിലെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് വലിയ പിടുത്തമില്ല. കാരണം പോലീസ് കേസാണ്, പലതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ നമുക്ക് ഈ അടുത്ത സമയത്ത് പലതും മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ അതിനെക്കുറിച്ച് ഇപ്പോൾ ആധികാരികമായിട്ടൊന്നും പറയണ്ട എന്ന് വിചാരിച്ചു. ഞാൻ ആ വിഷയം വിട്ടു. ഇന്ന് രാവിലെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം കഴിഞ്ഞ് മൊബൈൽ തുറന്നു നോക്കുമ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. അതൊരു ഭീകര പോസ്റ്റായിരുന്നു. ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ്. അത് ചെണ്ടൊക്കെ കൊട്ടാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവന്റെ ഫോട്ടോ എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇത് ഞാൻ ഈ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. തപ്പിപ്പിടിച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നലെ കണ്ട മറ്റൊരു പോസ്റ്റാണ്. അതായത് ആ പന്നിയിറച്ചി കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ വനം വകുപ്പുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് അതിഭീകരമായി പീഡിപ്പിച്ച് അപമാനിക്കപ്പെട്ട് കാരണം ഇവനിങ്ങനെ കൊട്ടുവാനും മറ്റൊക്കെ പോകുന്നില്ലേ, ഇനി ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കും. അങ്ങനെ ആ പല വിഷയത്തിൽ പെട്ടിട്ട് അവസാനം ആ പയ്യൻ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. അവരെ ബന്ധു സംസാരിക്കുന്നുണ്ട്, കേട്ടു. സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ പന്നീനെ വേട്ടയാടി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരുടെ വീട്ടിൽ കേസെടുക്കുന്നത്. ഇത് ഓണത്തിന് മുന്നെയാണ് ഈ കേസ് വരുന്നത് തന്നെ. അന്ന് അവർ ആദ്യം 3 ആളെയാണ്. അതിലൊരു ശിവൻ എന്ന് പറഞ്ഞ വ്യക്തിനെയാണ് ആദ്യം പിടിച്ചു കൊണ്ടുപോയത്. അയാളെ അന്ന് അവര് കുറെ ഇടിക്കും പിടിക്കും ഒക്കെ ചെയ്തിട്ട് അയാള് പേര് പറഞ്ഞിട്ടില്ല. അയാള് പേര് പറയാതെ ഇവര് ഫോണിലേക്ക് വിളിച്ചു. നാട്ടുകാരല്ലേ, നമ്മൾ ഫോണിലേക്ക് വിളിക്കുക ഒരാവശ്യം. അയാളാണെങ്കിൽ ഈ പോർക്കിനൊക്കെ വെട്ടുന്ന ഒരാളാണ്. അയാൾ പോലെ കൈപ്പണിക്കാരനാണ്, സിമെന്റ് പണിക്കൊക്കെ പോകണ ആളാണ്. അപ്പൊ നമ്മൾ അയാളെ കോൺടാക്ട് ചെയ്യൂലോ. പക്ഷെ അയാളെ ഫോണിലേക്ക് വിളിച്ചു, ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചു കൊടുത്തു പറഞ്ഞിട്ട് ഇവർ ഓരോ ദിവസം ഓരോരുത്തരെ വന്ന് വിളിക്കുകയാണ്. എന്നിട്ട് അവർ എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു ശിവൻ വെച്ച സാധനം എടുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ശിവൻ വെച്ച സാധനം ഇവിടെ എന്താ പറഞ്ഞു, പന്നിയുടെ ഇറച്ചി. പറഞ്ഞു സാറ് പന്നിയുടെ ഇറച്ചിയൊന്നും ഇല്ല, അപ്പൊ അവിടെ ഇറച്ചി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചത് മൂരിയുടെ ഇറച്ചിയാണ്. കണ്ടില്ലേ, ഏതൊരു വെട്ടുകാരനാണ് അങ്ങനെ മാംസമൊക്കെ വെട്ടി വിൽക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പന്നിയിറച്ചി പിടിച്ചു കൊണ്ടുപോകുന്നു. അയാള് സ്വാഭാവികമായിട്ടും അയാൾക്ക് പലരും പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും, ഇറച്ചി മറ്റും വാങ്ങിച്ചുകൊണ്ടതിന്റെ ഭാഗമായിട്ട്. അങ്ങനെ അയാൾ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ച ആൾക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇവരെ വീട്ടിലേക്ക് എത്തുന്നു. ഈ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ വീട്ടിൽ മാംസം ഉണ്ടായിരുന്നു, പക്ഷേ അത് പന്നിയൊന്നല്ല, അത് എന്താണ്, മാംസം വേറെ ആയിരുന്നു, ബീഫായിരുന്നു, കുട്ടൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഒരു മാംസമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ സംഗതി നോക്കൂ, അത് തന്നെയാണ് അത് പന്നിയുടെ ഇറച്ചി എടുക്കാൻ പറഞ്ഞു. ഞാൻ ഉള്ളിയോടൊക്കെ എന്റെ പാത്രത്തോടൊക്കെയാണ് ഞാൻ എടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ അത് അവര് മൂരിയുടെ ഇറച്ചിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവരത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണെന്ന് പറഞ്ഞിട്ടാണ് അവരത് കൊണ്ടുപോയത്. എന്നിട്ട് അവർ ലേബർ റിപ്പോർട്ട് വന്നു. ലേബർ റിപ്പോർട്ട് വന്നപ്പോഴും അത് മൂരിയുടെ ഇറച്ചിയായിട്ട്, പശുവിന്റെ ഇറച്ചിയായിട്ട് ലേബർ റിപ്പോർട്ട് വന്നത്. എന്നിട്ട് അവർ എന്നെ നിരന്തരം ഫോം വിളിച്ച് പറയുന്നത് എന്റെ ഭർത്താവ്. അപ്പൊ അവര് പറഞ്ഞു എന്നിട്ട് പറയാ നിന്റെ ഭർത്താവ് എവിടെയാ, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് അവനെ എവിടെ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ സാറേ ഇങ്ങനെ കേസ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് സാക്ഷികളും ഒന്നും വേണ്ട, ഞങ്ങള് നിങ്ങളെ കൊടുക്കും, അങ്ങനെയൊക്കെ ഓരോന്നാണ് അവര് പറയും. എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് സാക്ഷികൾ മറ്റൊന്നും വേണ്ട, ഞങ്ങൾ നിങ്ങളെ കൊടുക്കാൻ തീരുമാനിച്ചു കുടുക്കിക്കളായി. എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു ധാർഷ്ട്യത്തിന് ഭാഗമായിട്ട് പിടിച്ചുകൊണ്ടുപോയതാണ് അത്രയും ചെറുപ്പക്കാരനെ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോകുന്നു. അവനെ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഫോണ് കൊടുത്തിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസം വരാൻ പറയുന്നു. അവൻ പിറ്റേ ദിവസം ചെല്ലുന്നു. നന്നായിട്ട് മർദ്ദിച്ചു എന്നാണ് കേൾക്കുന്നത്. കാരണം ചെയ്യാത്തൊരു കുറ്റത്തിന് സോഷ്യൽ മീഡിയയിലും മറ്റും അപമാനിക്കപ്പെടുക ഞാനും കണ്ടതാണ്. ഏതൊരു RSകാരനെ പിടിച്ചു എന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ആ ഒരു വാർത്ത തള്ളിക്കളഞ്ഞു. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. പക്ഷെ ഇന്ന് വാർത്ത കണ്ടപ്പോൾ സത്യം പറയല്ലോ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ ഈ ശിങ്കാരിമേളൊക്കെ നിങ്ങൾ ഈ പല ഉത്സവ പറമ്പിലും കണ്ടിട്ടില്ലേ? പക്ഷെ ഞാനും നിങ്ങളും പലരും ആ ഒരു ചെറുപ്പക്കാരെ കണ്ടിരിക്കാം. അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്, അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. ആ ഒരു ജീവിതം ഇല്ലാണ്ടാവാൻ കാരണം ഇങ്ങനത്തെ ഒരു കള്ളക്കേസല്ലേ. ലാബ് റിപ്പോർട്ട് അടക്കം വന്നത് അത് പന്നിയുടെ മാംസമല്ല, കാട്ടുപന്നിയുടെ അല്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു നാട്ടിലത്തെ അവസ്ഥ ആലോചിച്ചൊക്കെ, കാട്ടുപന്നികളും ആനകളും പുലികളും ഇപ്പോ എന്താ പറയാ തെരുവ് നായ്ക്കളൊക്കെ വന്നിട്ട് മനുഷ്യരെ ആക്രമിച്ചില്ലാണ്ടാക്കുകയാണ്.
കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കടിച്ചൊരു വിധമൊക്കെയാണ്. അതൊന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നമ്മുടെ നാട്ടിലില്ല. കൃഷിക്ക് വൻ നഷ്ടം വരുത്തുന്ന ഒരു പന്നിയൊക്കെ കൊന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇതെന്ത് കേസുകൾ, ഇതെന്ത് അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. വേട്ടയാടി പിടിച്ചു ഇത് പന്നീനെ. ഈറ്റകളൊക്കെ വീട്ടിൽ ഈ പന്നി വന്നിട്ട് ഉള്ള കോലാഹലമൊക്കെ നടത്തണം. ഇത് വേട്ടയാടി പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ പോലെ വേട്ടയാടി പിടിച്ചത് മണ്ണെണ്ണ വെച്ചിട്ടാണോ അവര് കത്തിച്ചളയുന്നത്, ഇനി അതല്ല വെളിച്ചെണ്ണ വെച്ചിട്ടാണോ കത്തിച്ചളയുന്ന കാര്യം നോക്കണ്ട എന്ന് തന്നെയായിരുന്നു നമ്മുടെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അത് പറച്ചിൽ മാത്രം ഒതുങ്ങുന്നുവല്ലോ എന്നുള്ളതാണ് സങ്കടം. അപ്പൊ ഇതിന്റെ പേരിൽ മനുഷ്യർ വേട്ടയാടുക, സാധാരണ ചെറുപ്പക്കാരെ വേട്ടയാടുക, ഇതൊന്നും ഒരുപക്ഷെ പോലീസുകാർക്ക് ട്രെയിനിങ് കിട്ടുന്ന പോലത്തെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന ആളുകളല്ല പല സാധാരണ ആൾക്കാർ. ഞാനടക്കം അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ മാനസികമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയക്ക് അതിഭീകരമായിട്ട് അപമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ തരണം ചെയ്യാൻ മാത്രം നമുക്കൊക്കെ കഴിവുണ്ടാകുന്ന കാര്യമൊക്കെ വലിയ കൺഫ്യൂഷനാണ്. ഇതൊക്കെയായാലും ആ ഒരു മാനസിക പീഡനം മറ്റും സഹിക്കാൻ വയ്യാതെ സമൂഹത്തിൽ തൻ്റെ വിലൊക്കെ പോയി, ഞാനിങ്ങനെ കൊട്ടാനും മറ്റാനും പോകുന്ന ഒരാളല്ലേ, ഇനി എനിക്കെന്ത് ലൈഫാണുള്ളതെന്നൊക്കെ തോന്നലിന്റെ ഭാഗമായിട്ട് ആ ചെറുപ്പക്കാരൻ ജീവൻ പിടിഞ്ഞു. ആത്മഹത്യ ചെയ്തു. ഇല്ല പാട് എന്ത് ചെയ്യും? ബൈ.